ഹേ എവ്രി വൺ 2 വീക്കിൻ്റെ വെക്കേഷനും 1 വീക്കിലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നപ്പോൾ നല്ലോണം പണിയുണ്ടായി. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം ബാംഗ്ലൂർക്ക് വന്നെങ്കിലും അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഫുള്ള് റീസെറ്റാണ്. എനിക്കാണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എല്ലാം സ്പോട്ട്ലെസ് ആയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. എൻ്റെ ചെടികളൊക്കെ ഞാൻ വെക്കേഷന് പോയപ്പോൾ എല്ലാം എടുത്ത് ഹോളിൽ വെച്ചിട്ടാണ് പോയത്. അത് റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ദിവസം റൂം അടച്ചിട്ടുകൊണ്ട് കുറച്ചീച്ച പൊടിയുണ്ട്. എനിക്കാണെങ്കിൽ ആ പൊടി പോലും പറ്റില്ല കേട്ടോ. ഞാൻ ചെറുതിലെ തൊട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തു വളർന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വീട് കൊണ്ടുനടക്കാനോ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് അലക്കാനോ ഒന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിലാണ് റൈസ് ചെയ്തത്. ഞാൻ പണ്ട് തൊട്ടേ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ച് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും അത്തരം സാഹചര്യങ്ങൾ എന്നെ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ആളാക്കി മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീടിൻ്റെ മുറ്റടിക്കുമായിരുന്നു. അത് അന്ന് ആ സമയത്ത് ചിലർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഒരു ആങ്കൊച്ചു മുറ്റടിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ണുകൾ എൻ്റെ ചുറ്റുണ്ടായിരുന്നു. ബട്ട് എൻ്റെ വീട്ടിൽ അങ്ങനെയില്ല കേട്ടോ. എന്ന് വെച്ച് അത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫാമിലി അല്ല. ബട്ട് ഐ റൈസ്ഡ് ഇൻ എ ഫാമിലി ഹാവിങ് 3 women. എന്നെ സംബന്ധിച്ച് ഒരു ആളുടെ ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ് അവർ നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കുക, അവരുടെ വസ്ത്രം കഴുകുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക. ഇനിയുള്ള ജനറേഷനൊക്കെ മാറുമായിരിക്കും. ആരും ആർക്കു വേണ്ടി ജീവിക്കാണ്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുമായിരിക്കും. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. വേറൊരാൾ ചെയ്തു തരുന്നത് എനിക്ക് എന്തോ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. വല്ലപ്പോഴൊക്കെ ഓക്കെ. ചില ദിവസങ്ങളിൽ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിക്കലുണ്ട്, ഒരു ഹൗസ് ഹെൽപ്പിനെ ഹയർ ചെയ്തൂടെ എന്നുള്ളത്. എനിക്ക് ഹൗസ് ഹെൽപ്പിനെ ഹയർ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് പറ്റും, എനിക്ക് പ്രശ്നമില്ല. ബട്ട് എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാനൊരു ഹൗസ് ഹെൽപ്പിനെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്ന സമയം ആ ഒരു 2-2.5 മണിക്കൂർ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അല്ലാതെ ഞാൻ വെറുതെ ഇരുന്നുകൊണ്ട് വേറൊരാളുടെ ഹെൽപ്പ് തേടുന്നത് എനിക്ക് താല്പര്യമില്ല. ഇത് എൻ്റെ മാത്രം കോൺസെപ്റ്റാണ്. ഭാവിയിൽ ഇനി ഞാൻ ഫുള്ള് തിരക്കിലാവുന്ന സമയത്ത് എനിക്ക് ആ സമയം ഇല്ല. ആൻഡ് ഓൾസോ ആ ഒരു ഹൗസ് ഹെൽപ്പ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ സമയം പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഹയർ ചെയ്യാൻ കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ വളർന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആയത്. ആൻഡ് അതിൽ ഞാൻ ഭയങ്കര പ്രൗഡുമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒറ്റയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സിയ.